ഭാരത് മാതാ സങ്കല്പം ദേശസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാന മൂല്യമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ. കോട്ടയത്ത് ബാലഗോകുലം നടത്തിയ കൗസല്യാവന്ദനം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. പരിപാടിയിൽ 50 അമ്മമാരെ ആദരിച്ചു. മൂല്യങ്ങൾ ശിഥിലമാകുന്ന ഇക്കാലത്ത് രാമായണം ആവിഷ്കരിച്ചിരിക്കുന്ന മാതൃസങ്കല്പങ്ങൾ ഓരോ കുടുംബത്തിനും വഴികാട്ടിയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ. അമ്മമാർ കൗസല്യമാരാകണം. ബാലഗോകുലത്തിന്റെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം വടവാതൂർ ത്രൈലോകാനന്ദജി ബാലഗോകുലം സംഘടിപ്പിച്ച കൗസല്യവന്ദനത്തിൽ സംസാരിക്കുകയായിരുന്നു ശശികല ടീച്ചർ. ദേശസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാന മൂല്യമാണ് ഭാരത് മാതാ സങ്കല്പം. ഒരമ്മയുടെ മക്കളെയല്ലേ നമ്മുടെ സഹോദരൻ, ഒരു ഉദരത്തിൽ കിടന്നവരല്ലേ സഹോദരന്മാരും. അതിന്റെ അമ്മ എന്നുള്ള ബന്ധം എനിക്ക് രാജ്യത്തോടുണ്ടെങ്കിലല്ലേ എല്ലാവരും സഹോദരന്മാരാവുള്ളൂ. അപ്പോ അവിടെ ആ ഒരു പൂർവാപര ബന്ധം കുറച്ച് കമ്മിയായതുകൊണ്ടാണോ നിശ്ചയില്ല. ഇങ്ങനെ അസംബ്ലിയിൽ ആർക്കോ വേണ്ടി പറഞ്ഞു പോയി. അതിന് ഉപരിയായി ഒരു ദേശീയ ബോധം നമ്മളിൽ അങ്കുരിക്കുന്നില്ല. ആ ബോധം അങ്കുരിക്കണമെങ്കിൽ അതിന് കുറച്ചൊരു വൈകാരികത വേണം. ആ വൈകാരികതയാണ് ഭാരതം എന്റെ അമ്മയാണ് എന്നുള്ളത്. അമ്മയാണെന്ന് പറയുമ്പോൾ അതിനോട് എങ്ങനെ ഒരു വൈകാരികമായ എടുപ്പോ രാജ്യത്തെ സ്നേഹിക്കണം എന്നൊക്കെ തോന്നുന്നു. അതൊക്കെ വെറുതെ ഭംഗിവാക്ക് പറഞ്ഞതില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞു വെച്ചിട്ട് അമ്മയായോ? അമ്മ പെറ്റമ്മ മാത്രമല്ലേ അല്ല. ചില വാക്കുകൾ പറയുന്നതും ഉരുവിടുന്നതും വിശ്വസിക്കുന്നതും നമ്മുടെ വികാരങ്ങളിൽ മാറ്റം വരുത്തും. അമ്മയാന്ന് പറയുമ്പോൾ എങ്ങനെ ഭാരതത്തോട് പ്രത്യേക സ്നേഹം വരിക? അത് നമ്മെ പഠിപ്പിച്ചത് ശ്രീരാമചന്ദ്രനാണ്. കൗസല്യവന്ദനത്തിൽ 50 അമ്മമാരെ ആദരിച്ചു. സദാകാലം കാപട്യം വഞ്ചന സ്നേഹവിഹീന താടിയാലും തായേ നമസ്കാരം, തായേ നമസ്കാരം. ധൂപമല്ലാതെ കർമ്മങ്ങളും നിങ്ങൾ സമർപ്പിച്ചു നേർവഴിവാനുഗ്രഹം. ബാലസംസ്കാര കേന്ദ്രം സംസ്ഥാന സമിതി അംഗം ബി അജിത് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബാലഗോകുലം സംസ്ഥാന സമിതി അംഗം പി.സി. ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, കോട്ടയം.